അറിയോ? അള്ളാന്റെ കാരുണ്യം ലഭിക്കാൻ ഒന്നാമത്തെ മാർഗം അള്ളാന്റെ റസൂൽ ഓതി തരികയാണ്, സൂറത്ത് ആലി ഇമ്രാനിലെ 132 ആയത്ത്. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാന്റെ കാരുണ്യം ലഭിക്കും. സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ മനസ്സിരുത്തി ആലോചിക്കുക. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്ന വേളയിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നു. അള്ളാഹ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അള്ളാന്റെ റസൂൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അള്ളാഹ് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് അത് പ്രവർത്തിക്കുന്നവരെ നമ്മൾ മാറിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി അനുസരിച്ചവരായി മാറിയിട്ടില്ല. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ, ഒരു വൈമനസ്യവും കൂടാതെ അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴേ അള്ളാന്റെ കാരുണ്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇന്ന് പലരും, ധാരാളം ആളുകൾ പല സുന്നത്തുകളും അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞും തള്ളിക്കളയുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, വളരെയധികം ഗൗരവകരമായ വിഷയമാണത്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹം ജീവിച്ച കാലഘട്ടം ഇസ്ലാം ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ കാലഘട്ടം. അന്ന് ലോകത്തുള്ള എല്ലാവരും പറഞ്ഞു ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒഴിച്ച്. അങ്ങനെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ ഭരണകൂടം ധാരാളം പീഡിപ്പിക്കുകയാണ്. ഭരണകൂടം ഉത്തരവിറക്കി, ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ആരെങ്കിലും കാണുകയാണെങ്കിൽ പിടിച്ചു കൊടുക്കണം, ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം ഒളിവിൽ പോവാണ്. ഒളിവിൽ പോയിട്ട് തന്റെ സഹോദരന്റെ വീട്ടിൽ ഒളിവിൽ പാർത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇത് കണ്ട സഹോദരൻ ചോദിച്ചല്ലയോ ഇമാം, താങ്കൾ എന്തിന് പുറത്തേക്ക് ഇറങ്ങണം? താങ്കളെ കയ്യിൽ കിട്ടിയാൽ പീഡിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഭരണകൂടമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ താങ്കൾ എന്തിനും ഈ ഒളിവിൽ നിന്നും താങ്കൾ പുറത്തേക്ക് ഇറങ്ങണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറുപടിയുടെ സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാണ്, പ്രയാസഘട്ടത്തിൽ ആ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റലാണ് സന്തോഷ സൗഭാഗ്യഘട്ടത്തിൽ ആ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്നതിനേക്കാൾ എനിക്കിഷ്ടം. എന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സൗർ ഗുഹയിൽ ഒളിവിലിരുന്നത് 3 ദിവസമാ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3 ദിവസങ്ങൾക്കപ്പുറം ഒളിവിലിരിക്കാത്ത ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അവരാണ് നമ്മുടെ മാതൃക. കേവലം ചെറിയ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ടും സുന്നത്തിന് ഒഴിവാക്കാൻ നമുക്ക് പറ്റൂല സഹോദരങ്ങളെ. നമ്മുടെ ഭക്ഷണം കഴിക്കൽ, നമ്മുടെ പാനീയം കുടിക്കൽ, അതെല്ലാം വലത് കൈ കൊണ്ടാവണം. അതാണ് റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ വലത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യണം. ഇന്ന് നമ്മളിൽ എത്ര ആൾക്കാരാ ആ കാര്യം ശ്രദ്ധിക്കാറുള്ളത്? ഇന്ന് പല ആൾക്കാരും എന്തൊക്കെ ന്യായം പറഞ്ഞാലും സഹോദരങ്ങളെ, ഇടത് കൈ കൊണ്ട് നമുക്ക് ഭക്ഷിക്കാനോ കുടിക്കാനോ പറ്റുകയില്ല. നമ്മളിൽ എത്ര പേരത് ചെയ്യുന്നുണ്ട്? ആലോചിക്കാം. നമ്മൾ പുരുഷന്മാരുടെ വസ്ത്രത്തെ നിര്യാണിക്ക് താഴെ പോവാൻ പറ്റൂല, പടച്ചർബ് പരലോകത്തുന്നവരെ തിരിഞ്ഞു നോക്കൂല എന്നാ പറഞ്ഞത്. നമ്മുടെ വസ്ത്രം സഹോദരങ്ങളുടെ നിര്യാണിക്ക് മേലെ ഉയരേണ്ടതുണ്ട്. സഹോദരിമാരുടെ വസ്ത്രം ഇസ്ലാമികമാണ്, ഇല്ലെങ്കിൽ സ്വർഗത്തേക്ക് പ്രവേശിക്കൂല എന്നല്ല, സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ലഭിക്കില്ല എന്നാ പ്രവാചകന് പഠിപ്പിച്ചത്. അങ്ങനെ സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും ആ പ്രവാചകനെ പിൻപറ്റാൻ, അള്ളാന്റെ കൽപ്പനകളെ ശിരസാവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അള്ളാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, ഈ അടുത്ത കാലത്ത് വരെ ജീവിച്ച പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ല, ഇബ്നു ബാസ് ഷെയ്ഖ്, ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വേളയിൽ ഒരു കാലിൽ ചെരുപ്പിട്ട് നടക്കാൻ പറ്റൂല, റസൂൽ വിലക്കിയ കാര്യമാണത്. ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വേളയിൽ എൻ്റെ ചെരുപ്പ് ആരെങ്കിലും തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടായേക്കാം. അതുകൊണ്ട് ഒരു ചെരുപ്പ് കിട്ടി മറ്റേ ചെരുപ്പ് അന്വേഷിക്കുന്നത് വരെയെങ്കിലും എനിക്ക് ഒരു കാലിൽ നടക്കാൻ പറ്റും, ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരു കാലടിപ്പാട് കൊണ്ടുപോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിന് നീ എതിരെ നിൽക്കരുതടോന്ന. സഹോദരങ്ങളെ, നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണം. ഇല്ല, അള്ളാന്റെ കൽപ്പനകളെ, അള്ളാന്റെ പ്രവാചകന്റെ താക്കീതുകളെ ഒരു കാലടിപ്പാട് കൊണ്ടുപോലും ഞാൻ എതിരിട്ട് നിൽക്കുകയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് അള്ളാന്റെ കാരുണ്യം ഉണ്ടാകും, അതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അള്ളാന്റെ ഖുർആൻ വീണ്ടും പറയാ, സൂറത്ത് നൂറിലെ 56 ആയത്ത്. നിങ്ങൾ നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നാം നമ്മുടെ മനസ്സിൽ തട്ടി ചോദിക്കേണ്ട ചോദ്യം, നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? അത് കൃത്യമായി നമ്മൾ നിർവഹിക്കാറുണ്ടോ?
ഇന്ന് ഈ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് സുബഹി പള്ളിയിൽ ജമാഅത്തായി ലഭിച്ചിട്ടുണ്ട്? നാം ചോദിക്കേണ്ട ചോദ്യം, സഹോദരങ്ങളെ, നിസ്കാരം അതെപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കേണ്ട സാധനമല്ല. അത് കൃത്യമായി സമയം നിർണ്ണയിക്കപ്പെട്ട ആരാധനാ കർമ്മമാണ് നിസ്കാരം. അതിൻ്റെ സമയത്ത് നിർവഹിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സഹോദരങ്ങളെ, യുദ്ധസമയത്ത് പോലും ഇസ്ലാം നിസ്കാരം പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ അത്? ആ സമയം കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് യുദ്ധസമയത്ത് പോലും ഇസ്ലാം നിസ്കാരം പഠിപ്പിച്ചത്. നമ്മളാരും യുദ്ധത്തിലല്ല, പക്ഷെ എന്നിട്ടും നമ്മൾ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നില്ലെങ്കിൽ ആലോചിക്കുക എങ്ങനെ നമുക്ക് അള്ളാന്റെ കാരുണ്യം കിട്ടുന്നു. വിശുദ്ധ ഖുർആനിൽ പടച്ചറബ് മുനാഫിഖിന്റെ നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തു നിസാഇന്റെ അവസാന ഭാഗത്തിലൂടെ, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ് വഹുവ ഖാദിഉഹും. മുനാഫിഖീങ്ങൾ അള്ളാനെ പറ്റിക്കാന്നൊക്കെ, പക്ഷെ അവർ സ്വയം വഞ്ചിതരാവുകയാണ്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. മുനാഫിഖീങ്ങളായ ആൾക്കാരെ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അവർ മടിയന്മാരെ പോലെ ആയിരിക്കും നിസ്കരിക്കാൻ നിൽക്കുക. ആരാ മുനാഫിഖ് സഹോദരങ്ങളെ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാരാ മുനാഫിഖ്. ആ മുനാഫിഖിന്റെ നിസ്കാരം എങ്ങനെ? ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അവർ മടിയന്മാരെ പോലെ ആയിരിക്കും. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാ. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. അവർ നിസ്കാരത്തിൽ അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമേ ഓർക്കുകയുള്ളൂ. നമ്മളെ നിസ്കാരത്തിന്റെ അവസ്ഥയാണോ അത്? അല്ല മുനാഫിഖിന് നിസ്കാരം പറഞ്ഞ പറച്ചില്ല അത് മൂന്നും. ഒന്ന്, മടിയന്മാരെ പോലെയാ. രണ്ട്, അള്ളാഹിനെ കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ നിസ്കാരം ഇങ്ങനെയാണോ? ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ. നമ്മൾ റസൂൽ അതിന്റെ ഗൗരവം എത്ര പറഞ്ഞു. ഫമൻ തറക്കഹ, ആരെങ്കിലും അത് ഒഴിവാക്കിയാൽ ഫഖദ് കഫറ എന്ന അതാണ് റസൂലിന്റെ പ്രയോഗം. സഹോദരങ്ങളെ, നിസ്കാരം അത് നമ്മൾ കൃത്യമായി നിർവഹിക്കണം. ആയത്തിന്റെ ബാക്കി ആത്തു സക്കാത്ത് കൃത്യമായി കൊടുക്കണം എന്നുള്ളതാണ്. അത് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കലല്ല സക്കാത്ത്. അത് കൃത്യമായി കണക്ക് കൂട്ടി സഹോദരങ്ങൾ അത് കൃത്യമായി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ മാർഗം, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ നിശബ്ദരായിക്കൊണ്ട് ശ്രദ്ധിച്ചതിനെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താ? കഴിഞ്ഞ റമദാനിൽ 2, 3, 4 ഖത്തം തീർത്തവർ എൻ്റെ മുമ്പിലുണ്ടല്ലോ. റമദാൻ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു തവണയെങ്കിലും ഖുർആൻ ഓതി തീർത്ത എത്ര ആൾക്കാരുണ്ട്? അല്ല 20 ജുസ് അല്ല 10 ജുസ് എങ്കിലും റമദാന് ശേഷം ഓതി തീർത്ത എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അതിന്റെ മഹത്വം അറിയാത്തവരായി ആരും ഇല്ലല്ലോ. സഹോദരൻ, ഇന്ന് വെള്ളിയാഴ്ചയാ, സൂറത്തുൽ കഹ്ഫിൽ പുണ്യമുള്ള ദിവസ. എത്ര ആൾ നമ്മൾ ഓതിയിട്ടുണ്ടത്? ആലോചിക്കാം. ഖുർആൻ ഹുജ്ജത്തുൽ ലക് ഔ അലൈക്. റസൂലിന്റെ വാക്കാ. ഖുർആൻ ഒന്നെങ്കിൽ നിനക്കത് അനുകൂലമായ സാക്ഷിയായിരിക്കും, അല്ലെങ്കിൽ അത് പ്രതികൂലമായ സാക്ഷിയായിരിക്കും. വഖാല റസൂൽ യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പരലോകത്ത് റസൂൽ പറയുന്ന, അല്ലാഹുവേ എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞവരാണ് അല്ലാഹു എന്ന് റസൂൽ ചില വിഭാഗം ആളുകൾക്കെതിരെ തിരിയും. അതിൽ നമ്മൾ ഉണ്ടാവുമെന്ന് കൃത്യമായി ആലോചിച്ചോളി. ഖുർആനുമായി സഹോദരങ്ങൾ നമ്മൾ കൂടുതൽ അടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞില്ലേ, വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമ. സൂറത്ത് ത്വാഹയിലെ 124 മുതലുള്ള ആയത്തുകളാണ്. ആരെങ്കിലും ഖുർആനിൽ നിന്ന് അകന്നു കളഞ്ഞാലും ഫഇന്ന ലഹു മഈശതൻ ദൻഖാ, അവൻക്കൊരു കുടുസായ ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടായിരിക്കുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമ. ഖുർആൻ പഠിക്കാത്ത, അത് കേൾക്കാത്ത, അത് പ്രാവർത്തികമാക്കാത്തവർക്ക് പടച്ചറബ് നാളെ വരെ അന്ധന്മാരായിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. അവൻ ചോദിക്കുമെന്ന ഖാല റബ്ബി ലിമ ഹശർതനി അഅമ. അല്ലാഹുവേ, എന്റെ കാഴ്ച എവിടെ പോയി? അല്ലാഹ് വഖദ് കുന്തു ബസീറ. ദുനിയാവിൽ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അപ്പോൾ അല്ലാഹു പറയും, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ദുനിയാവിൽ ഞാൻ നിനക്ക് എൻ്റെ ആയത്തിൽ ഓതി കേൾപ്പിച്ചു തന്നു, അന്ന് അതിൽ നിന്നെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇതാ ഞാൻ നിന്നെയും ഞാൻ ഇന്ന് മറന്നിരിക്കുന്നു എന്ന് പടച്ചറബ് പറയും. സഹോദരങ്ങളെ, അത്തരം ഹതഭാഗ്യവാന്മാരെ ഞാനും നിങ്ങളും മാറിത്തീരാൻ പറ്റൂല. അത് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അത് ഏറ്റവും നല്ല രീതിയിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാന്റെ കാരുണ്യം ലഭിക്കും. നാലാമത്തെ മാർഗം റസൂൽ പറയാണ്, ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. സഹോദരങ്ങളെ, കരുണ കാണിക്കാൻ പറ്റണം നമുക്ക്. നമ്മുടെ മക്കളോട്, കീഴുദ്യോഗസ്ഥന്മാരോട്, നമ്മുടെ അയൽവാസികളോടൊക്കെ കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് മക്കളെ വിഷയത്തിൽ ഇന്ന് പല മക്കളും വഴി തെറ്റിപ്പോകാൻ കാരണം അത് പാരന്റിങ്ങിലെ പിഴവുകളും പാളിച്ചകളുമാണ്. നമ്മുടെ മക്കൾക്ക് ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ നമ്മോട് സംസാരിക്കാനും അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ സന്തോഷങ്ങളും പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു പിതാവായി നമ്മൾ മാറിയിട്ടുണ്ടോ?
മക്കൾക്ക് ഇന്ന് പല മക്കൾക്കും വാപ്പനെ കാണുമ്പോൾ പേടിയാ. വാപ്പനെ കണ്ടാൽ ഓടി ഒളിക്കുന്ന മക്കളായി ഇന്ന് പലരും. നമ്മുടെ മോനും മോളും അങ്ങനെയാണോ? ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, തൻ്റെ പേരക്കുട്ടിയുള്ള റസൂല് ചുംബിക്കുമായിരുന്നു എന്നാ. ഇത് കണ്ട ഒരു അറാബി പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്ന് വരെ ഒരാളെ പോലും ചുംബിച്ചിട്ടില്ല. റസൂല് തൻ്റെ പേരക്കുട്ടികളെ ചുംബിക്കുമായിരുന്നു. സഹോദരങ്ങളെ, ഇതിൽ മക്കളുള്ള എത്ര ആൾക്കാരുണ്ട്? ഒരു പക്ഷേ 4 വയസ്സ് വരെ 5 വയസ്സ് വരെ നമ്മൾ നമ്മുടെ മോളെ ഉമ്മ വെച്ചിട്ടുണ്ട്. എന്നാൽ +2 ഡിഗ്രിക്കും പഠിക്കുന്ന മക്കൾ ഉമ്മ വെക്കുന്ന എത്ര പിതാക്കൾ ഇതിലുണ്ട്, എത്ര മാതാക്കൾ ഇതിലുണ്ട്? ആലോചിക്കണം. നമ്മൾ നമ്മുടെ മകനെ ചുംബിക്കുന്നുണ്ടെങ്കിൽ, അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവനെ ലാളിക്കുന്നുണ്ടെങ്കിൽ, അത് പല തിന്മകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമാണ്. ആ ചിന്ത നമുക്കുണ്ടാവണം. മക്കളെ സ്നേഹിക്കുക, അവരോട് കരുണ കാണിക്കാം. കീഴുദ്യോഗസ്ഥന്മാരോട് എന്തിനും ഏതിനും കയർക്കുന്ന മേലുദ്യോഗസ്ഥനെ നമ്മൾ മാറാൻ പറ്റുക. റസൂലിനോട് ഒരു സഹാബി ചോദിക്കേണ്ട, റസൂലെ, ഞാൻ എൻ്റെ അടിമയോട് എത്ര തവണ ക്ഷമിക്കണം? അടിമയോട് ഞാൻ എത്ര തവണ ക്ഷമിക്കണം? റസൂലിന്റെ മറുപടി, കുല്ല യൗമിൻ 70 മറ, എല്ലാ ദിവസവും 70 തവണ. ഒരടിമയോട് പോലും 70 തവണ ക്ഷണിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആലോചിക്കുക. അത്രക്കായ രീതിയിൽ നമ്മൾ ജനങ്ങളോടെല്ലാം, അയൽവാസികളോട്, കൂടെ ജോലി ചെയ്യുന്നവരോടെല്ലാം കരുണ കാണിക്കുന്ന നല്ലവരായി നമുക്ക് മാറിത്തരണം. അങ്ങനെയാണെങ്കിൽ ആകാശത്തുള്ളവൻ അള്ളാഹു നമ്മോടും കരുണ കാണിക്കും. ആ തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. വീണ്ടും റസൂൽ പറയാണ്, സഹോദരങ്ങളെ, വീണ്ടും റസൂൽ പറയാണ്, റഹിമല്ലാഹു ഇംറഅത്തൻ. അടുത്ത മാർഗമാണ് കാരുണ്യം ലഭിക്കാനുള്ളത്. റഹിമല്ലാഹു ഇംറഅത്തൻ. അല്ലാഹ് ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്താണ് ആ സ്ത്രീൻ്റെ പ്രത്യേകത എന്നറിയോ? ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്ത്. ആ സ്ത്രീ രാത്രി എണീക്കും. എല്ലാവരും ഉറങ്ങുന്ന വേളയിൽ, സമൂഹം ഉറങ്ങുന്ന വേളയിൽ ആ സ്ത്രീ എണീക്കും. എന്നിട്ട് ഫസല്ലത്ത്, ആ സ്ത്രീ നിസ്കരിക്കും. എന്നിട്ടോ തൻ്റെ ഭർത്താവിനെ വിളിച്ചുണർത്തും. ഭർത്താവ് അങ്ങാനും എണീക്കാൻ വിസമ്മതിച്ചാൽ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞ് ഭർത്താവിനെ കൂടെ എണീപ്പിട്ട് നിസ്കരിപ്പിക്കുന്ന ഭാര്യയ്ക്ക് അള്ളാഹിന്റെ കാരുണ്യം എന്നാ. നേരെ തിരിച്ചു റസൂൽ പറയാണ്, റഹിമല്ലാഹു ഇംറഅൻ. ഒരു പുരുഷൻ അള്ളാഹ് അനുഗ്രഹമുണ്ട്. എന്താണ് പുരുഷന്റെ പ്രത്യേകത? അവൻ രാത്രി എണീക്കും, നിസ്കരിക്കും, തൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തും. ഭാര്യ എങ്ങാനും എണീക്കാൻ വിസമ്മതിച്ചാൽ ഭാര്യയുടെ മുഖത്ത് വെള്ളം തെളിച്ച് ഭാര്യ എണീപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന ഭർത്താവിനും അള്ളാഹിന്റെ കാരുണ്യം എന്നാ. പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ആ കാരുണ്യം നമുക്ക് ലഭിക്കും. ആലോചിക്കേണ്ടതുണ്ട്. രാത്രി നിസ്കാരം അള്ളാഹ് എന്താ പറഞ്ഞത്? യൻസിലു റബ്ബുനാ തബാറക വതആല ഹീന യബ്ഖാ. രാത്രിയുടെ 1/3 ബാക്കിയാകുമ്പോൾ പടച്ചറബ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് എന്താ അള്ളാഹിന്റെ ചോദ്യം? എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളി, ഞങ്ങൾക്ക് നൽകിക്കോളാന്ന. നമുക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടോ? കുടുംബത്തിൽ പ്രയാസമുണ്ടോ? മക്കളില്ലേ? രോഗം കൊണ്ട് പ്രയാസമുണ്ടോ? ഇതൊക്കെ മാറ്റി തരാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. ആ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരിക, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ. എന്നിട്ട് ആ സമയത്ത് നമ്മൾ ഇവിടെ കടന്നുറങ്ങുകയാണെങ്കിൽ സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ അവസ്ഥ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രി നിസ്കാരം അത് കൃത്യമായി പതിവാക്കാൻ നമുക്ക് സാധിക്കണം. റസൂൽ ഹദീസിൽ പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നത്തിൽ ഉർഫ, സ്വർഗ്ഗത്തിൽ സുന്ദരമായ ചില റൂമുകളുണ്ട്. ഒരു സഹാബി ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അതാരിക്കാണ്? അതിൽ പറഞ്ഞ ഒരു വിഭാഗമാരെന്നറിയുമോ? വസല്ലാ ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന വേളയിൽ നിസ്കരിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ സുന്ദരമായ വീടെന്ന റസൂലിന്റെ വാക്ക്. നമുക്ക് ആ വീട് ലഭിക്കുമോ, ആ റൂം ലഭിക്കുമോ? സഹോദരങ്ങളെ ആലോചിക്കണം. ഇന്ന് പല ആളുകൾക്കും ഒരു പക്ഷേ രാത്രിയൊക്കെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ലേ എങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം സുഫ്യാൻ സൗരി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയാണ്, ഹുരിംതു ഖിയാമൽ ലൈൽ 5 അശ്ഹുരിൻ മിദംബിൻ അദ്നബതു. ഞാൻ ചെയ്തൊരു തിന്മ കാരണം എനിക്ക് 5 മാസക്കാലത്തോളം രാത്രി നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ രാത്രി നിസ്കരിക്കാൻ കഴിയില്ല. ഒറ്റക്കാകുമ്പോൾ സ്വകാര്യങ്ങളിൽ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, രാത്രി നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ളയോട് ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, രാത്രി നിസ്കരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറയാണ്, ലാ തഅ്സിഹി ബിൻ നഹാർ ഫഹുവ യുഖീമുക ബൈന യദൈഹി ഫിൽ ലൈൽ. നീ അല്ലാഹുവിനെ പകൽ നീ അല്ലാഹുവിനെ ധിക്കരിക്കരുത്, അവരാണ് രാത്രി നീ എണീൽപ്പിക്കുന്നത്. ഫഇന്ന വഖൂഫക ബൈന യദൈഹി ഫിൽ ലൈൽ മിൻ അഅ്ദമി ശറഫ്. കാരണം രാത്രി എണീറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. വൽ ആസി ലാ യസ്തഹിഖു ദാലിക ശറഫ്. ഒരു തിന്മ ചെയ്യുന്നവനും, ഒരു പാപിക്കും, തോന്നിവാസം ചെയ്യുന്നവനും, അശ്ലീലതകൾ കാണുന്നവർക്ക്, പലിശ ഭുജിക്കുന്നവർക്ക്, തിന്മകൾ ചെയ്യുന്നവർക്ക് ആ സൗഭാഗ്യം ലഭിക്കൂല. നമുക്കത് ലഭിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളുടെ കാരണത്താല. മഹാനായ ഫുദിയൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, നിനക്ക് പകലിൽ നോമ്പ് നോൽക്കാനും രാത്രി നിസ്കരിക്കാനും കഴിയുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, നീ നിന്റെ പാപങ്ങളുടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തിന്മകൾ ചെയ്യാതെ രാത്രി എണീറ്റ് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ മഹത്വം അത്രയാണ്.
അങ്ങനെ മാത്രമേ നമുക്ക് അള്ളാഹിൻ്റെ കാരുണ്യം ലഭിക്കുകയുള്ളൂ. അതിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. 6ാമത്തെ മാർഗം സഹോദരങ്ങളെ റസൂൽ പറയാണ്, റഹിമല്ലാ റജുലൻ, അതൊരു പുരുഷൻ അനുഗ്രഹിച്ചിട്ട് എന്താണ് അവൻ്റെ പ്രത്യേകത എന്നറിയോ? സ്വല്ലാ ഖബലൽ അസ്രി അർബഅ, അസ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക്. അസ്റിന് മുമ്പ് സഹോദരങ്ങളെ ഒരു 4 റക്അത്ത് സുന്നത്തുണ്ട്. ഒരു പക്ഷേ പലർക്കും അറിയാത്തതായിരിക്കാം. ഇന്നു മുതൽ നമുക്ക് നിസ്കരിക്കാൻ സാധിക്കണം. അസർ വാങ്ങിക്കൊടുത്തിട്ട് നിസ്കാരത്തിനിടയ്ക്ക് 2 4 റക്അത്ത് സുന്നത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റണം. എന്താ നേട്ടം? അള്ളാഹിൻ്റെ കാരുണ്യം. 10 മിനിറ്റ് പോരെ അത് നിസ്കരിക്കാൻ, അല്ല 5 മിനിറ്റ് പോരെ. നേട്ടം സഹോദരങ്ങൾ പടച്ച റബ്ബിന്റെ കാരുണ്യം, അതിലൂടെ സ്വർഗ്ഗപ്രവേശന അത് കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതിന് സഹോദരങ്ങളെ. 7ാമത്തെ മാർഗം റസൂൽ പറയാണ്, റഹിമല്ലാഹ്, അള്ളാഹ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ആരെ എന്നറിയുമോ? മൻ സമിഅ മിന്നി ഹദീസൻ, ആരെങ്കിലും എന്നിൽ നിന്നൊരു ഹദീസ് കേട്ടിട്ട് അതറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നവന് അള്ളാഹിൻ്റെ കാരുണ്യം എന്നാ. സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ സമൂഹത്തിൽ തിന്മകളാൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന, തൗഹീദ് അറിയാത്ത, ശിർക്കിൽ മുങ്ങിക്കുളിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ, തിന്മകളുടെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹിൻ്റെ കാരുണ്യം കരസ്ഥമാക്കി ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിനകത്താൽ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.